തൃശ്ശൂർ ജില്ലയിലെ അറക്കപ്പ് ട്രൈബൽ കോളനി അവിടെയാണ് ഞങ്ങൾ 50 വർഷമല്ല അതിക്ക് മേലെ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു. അവിടെ 50 വർഷങ്ങളായിട്ടും നമുക്ക് പിള്ളേരുടെ പ്രായങ്ങൾ ഇത്ര വയസ്സായിട്ടും അവിടെ ഒരു വികസനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. 50 വർഷക്കാലത്തോളം അവിടെ കിടന്നിട്ട് നമുക്കൊരു വികസനങ്ങളും അവിടെ വന്നിട്ടില്ല. പിന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയായിട്ട് മലയിടിച്ചിൽ അങ്ങനെ സംഭവമായി, അങ്ങനെ പിന്നെ ആശുപത്രിയുടെ പ്രശ്നങ്ങളായി, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നങ്ങളായി. അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് 9 ഏക്കർ സ്ഥലം, കുറച്ച് കൃഷിയുണ്ട്, പിന്നെ കുറച്ച് പണിയാനുണ്ടായിരുന്നു. ഇത് കണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇന്നും അവിടെ കിടക്കുന്നവർ ഭയങ്കര കഷ്ടപ്പാടാണ്. ചുമക്കാനാണെങ്കിൽ വെളിച്ചപ്പാടത്തെല്ലാം അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന അവരെടുക്കുന്നത്, പിന്നെ അന്ന് ചാലക്കുടി കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് വിറ്റ് വൈകുന്നേരത്തെ ബസ്സിനെ വരും. വന്ന് ഇറങ്ങി വരുമ്പോൾ വഴിക്ക് ചില മാന ഉണ്ടെങ്കിൽ മലക്കപ്പാറ വന്ന റൂം എടുത്ത് അവിടെ കിടക്കും. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ജീവിതം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആതിരപ്പള്ളി പഞ്ചായത്തിലെ അറാക്കപ്പിൽ നിന്നും വന്യമൃഗശല്യം മൂലവും ഉരുൾപൊട്ടൽ ഭീഷണി മൂലവും കാടിറങ്ങി അഭയം തേടി ഇടമലയാർ ട്രൈബൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന 13 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. പിന്നെ ഞങ്ങൾ ഈ 13 കുടുംബക്കാർ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ചങ്ങാടം കിട്ടി രാത്രി ആയിരുന്നു ഞങ്ങളിവിടെ വന്നത്. വന്ന് ഈ ഡാം സൈറ്റ് വന്ന് അവിടെ ഞങ്ങൾ ഒരു ദിവസം വന്ന് തങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ ഈ വൈശാലി എന്ന് പറയുന്ന സ്ഥലത്ത്, നേരത്തെ പറഞ്ഞ് പൊങ്ങഞ്ചോട് പോകുന്ന വഴി വൈശാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഈ ഗുഹയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് വന്ന് ഷെഡ് വെച്ച് താമസിച്ചത്. അവിടെ ഷെഡ് വെച്ച് താമസിച്ചിരുന്ന സമയത്താണ് വന്ന് 2 ദിവസം ഞങ്ങൾ 3-ാം ദിവസം ഫോറസ്റ്റുകാർ വന്നു, ഡെപ്യൂട്ടി മുതലുള്ള ആളുകൾ വന്നു, വാച്ചർമാർ വന്ന്, ഫോറസ്റ്റുകാർ വന്ന്, അവരെല്ലാം വന്ന് അവിടുന്ന് ഞങ്ങൾ ഒഴിപ്പിച്ച് രാഖി രാമായണം ഞങ്ങളെ ഈ റൂട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകാൻ വേണ്ടി അവർ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബലം പിടിച്ചു. ഇതെന്നാൽ ഞങ്ങൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാണ്, നിങ്ങളെ പെരുവഴിയിലാക്കുന്നത് മോശമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം അവരിവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ തന്നെ ഫോറസ്റ്റുകാർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഷെഡിൽ തന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. മാരങ്കോട് പഞ്ചായത്തിൽ ഭൂമി കൊടുക്കാമെന്ന് സർക്കാരിൽ നിന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി അളന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സ്പീഡപ്പായിട്ട് നടപ്പാക്കുന്നതിന്, ഇവരുടെ പാക്കേജ് നടപ്പാക്കുന്നതിന് സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അഞ്ചാം വർഷത്തിലോട്ട് കടക്കണം. മാർച്ച് വന്നു കഴിഞ്ഞാൽ 5ാം വർഷത്തിലോട്ട് കടക്കാൻ പോകുന്നു. ഇതായിട്ട് നമ്മൾ കാര്യങ്ങൾക്കൊരു സ്പീഡപ്പ് ആകുന്നില്ല. ഹൈക്കോടതി കേസ് നിലവിൽ ഉണ്ട്. അപ്പം ഹൈക്കോടതിയിൽ നിലവിലുള്ള കാര്യങ്ങൾ ഈ 4 മാസത്തിനുള്ളിൽ ഇതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കാമെന്നാണ് കോടതിയിൽ നിന്ന് നമുക്ക് പേപ്പറിൽ നമ്മൾ കണ്ടേക്കുന്നത്. ഇവർ ഈ കാട്ടിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ചൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, ആനയുടെ, കരടിയുടെയും കടുവയുടെയൊക്കെ ശല്യം കാരണം ഇവർക്ക് വനവിഭവം ശേഖരിക്കാൻ പോകുന്നതിന് തടസ്സങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കൂലിപ്പണിയില്ല വന്നത്. ഇതേപോലെ കാട്ടിൽ പോകും, മഞ്ഞൾ കുത്തുക, വെട്ടിക്കൊണ്ടുവരിക, അത് ഉണങ്ങി കൊണ്ട് വെട്ടി കൊണ്ട് അതിനുള്ള ചില്ലറ എടുത്തിട്ട് വല്ല ഉപ്പമുളക്, അരി റേഷൻ ഉള്ളത് കൊണ്ട് അരി മേടിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. പിന്നെ എൻ്റെ ഭാര്യ കുറച്ച് സ്ത്രീകൾ പുറത്താണ് ജോലി ചെയ്യുന്നത്. അവർ ഹോം നേഴ്സിങ് എറണാകുളത്തായിട്ടും കല്ലൂരായിട്ടും ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ടാണ് ഇപ്പം നിലവിൽ അവർ ചെന്ന് നിൽക്കുന്നത്. ഈ കുടുംബം നോക്കണ്ടേ. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിനിധികൾ തൃശ്ശൂർ ജില്ലാ കളക്ടറെ കാണുകയും അദ്ദേഹം 2 മാസത്തിനുള്ളിൽ ഈ പാക്കേജ് നടപ്പാക്കാം എന്ന് നമുക്ക് ഉറപ്പുവരികയും ചെയ്തുവെങ്കിൽ പോലും
അദ്ദേഹം നമ്മളോട് വാക്ക് പറഞ്ഞു, നിങ്ങൾ ചീഫ് സെക്രട്ടറിയായി ഈ വിഷയം സംസാരിക്കണം, എന്നാലേ അതിന് സ്പീഡാവുകയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. കളക്ടറേറ്റ് സമരം ചെയ്തു, TD ഓഫീസിൽ സമരം ചെയ്തു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഇതിനെക്കുറിച്ച് ഒരുപാട് നിരാകാരം ഒക്കെ ചെയ്തു. 4-5 തവണ കളക്ടറേറ്റും തിരുവനന്തപുരത്തും TD ഓഫീസിലും പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടും പത്രസമ്മേളനം ചെയ്തു. ഇവിടെ ചാനൽക്കാർ വന്നു, ചാനൽക്കാരുടെ അടുത്ത് കൊടുത്തു. അല്ല, പിന്നീട് ഒന്നും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളില്ല. പിന്നെ ഇങ്ങനെ അറക്കപ്പിലുള്ള കുറച്ച് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയത്തില്ല. ഭൂമി നമുക്ക് എന്ന് കിട്ടുന്ന അപ്പം ഇറങ്ങി പോകും എന്നുള്ള ഒന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതല്ലാണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് പെരുവഴിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഭൂമിയും കിട്ടാൻ പോണില്ല. പിള്ളേരും എല്ലാവരും പെരുവഴിയാകും.